അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. സഹോദരന്മാരെ, കഴിഞ്ഞ ജനുവരി 26-ന് കൊപ്രക്കളത്ത് വെച്ച് നടന്ന KNM പ്രവർത്തകർ സംഘടിപ്പിച്ച സാജിദ് തിരൂരങ്ങാടി എന്ന കൂരിയാട് ഉസ്താദ് നടത്തിയ ദുഷ്പ്രചരണങ്ങൾക്കും കുപ്രചരണങ്ങൾക്കും അതിൻ്റെ നിജസ്ഥിതി എന്ത് എന്ന് പറയാനാണ്. അതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണിത്. അതിൻ്റെ ആ പ്രഭാഷണത്തിൻ്റെ തുടക്കത്തിൽ അദ്ദേഹം പറയുന്ന ഒരു ഭാഗം ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ്. എന്താണ് അതിന് മറുപടി എന്ന് ഞാൻ ശേഷം പറയാം. ഞാൻ വന്നു നിൽക്കുന്നത് പോലെ ധൈര്യസമേതം ഞാൻ ഉന്നയിച്ചിട്ടുള്ള വിഷയങ്ങൾ നുണയാണോ, ആരോപണമാണോ, അല്ല അതിൽ വല്ല വസ്തുതയുമുണ്ടോ, അത് അർദ്ധസത്യമാണോ, ഇതൊന്നും പറയാനുള്ള ആർജവം ആ വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷന്റെ നേതൃത്വത്തിൽപ്പെട്ട പണ്ഡിതന്മാർക്കോ നേതാക്കന്മാർക്കോ പ്രഭാഷകന്മാർക്കോ കഴിയുന്നില്ല എന്നത് വളരെ ഗൗരവത്തോടുകൂടി നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. അത് ഗൗരവത്തിൽ ചിന്തിക്കണം എന്ന് പറഞ്ഞത് ശരിയാണ്. എന്നാൽ ഈ സാജിദ് തിരൂരങ്ങാടി എന്ന് പറയുന്ന ഈ അധർമ്മകാരി പറയുന്ന വാർത്ത അല്ലെങ്കിൽ പ്രചരിപ്പിക്കുന്ന കാര്യം അത് നുണയാണോ, ആരോപണമാണോ, അതല്ല അതിൽ വല്ല വസ്തുതയുണ്ടോ, ഇതൊക്കെ കൃത്യമായി പറഞ്ഞു തരാൻ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ അനുഭാവിയായ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ മതി. അതിലുള്ളൊരു മെമ്പർ പോലും വേണ്ട. മനസ്സിലായില്ലേ? പിന്നല്ലേ നേതാക്കന്മാരും പിന്നല്ലേ പണ്ഡിതന്മാരും ഒക്കെ. അവർക്ക് ഈ പ്രബോധന വീതിയിൽ ദഅവത്തിൻ്റെ രംഗത്ത് നിരന്തരം അവർ പ്രഭാഷണങ്ങളും പരിപാടികളുമായി ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ ഉണ്ട്. അവരവരുടെ ദൗത്യം നിർവഹിച്ച് മുന്നോട്ട് പോകട്ടെ. അല്ലാതെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ ആദർശ പ്രബോധനത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ കേരള നദുവത്തുൽ മുജാഹിദിൻ്റെ ആദർശ പാപ്പരത്വത്തെ മറച്ചുവെക്കാൻ വേണ്ടി ഇതുപോലുള്ള ചപ്പ് ചവറുകളെ വലിച്ചു കൊണ്ടുവന്ന് ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ മുമ്പിൽ അതിൻ്റെ പ്രബോധന വീതിയിൽ കീറാമുട്ടിയായി വലിച്ചിടുമ്പോൾ അത് നീക്കാൻ അതിന് പറ്റിയ ആൾക്കാർ പോരെ. അപ്പോൾ നീ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നുണയാണ്, കളവാണ്, അർദ്ധസത്യങ്ങളാണ്, ആരോപണമാണ്. അതൊക്കെ കൃത്യമായി നിന്നെക്കൊണ്ട് തന്നെ ഒരു പരിധിവരെ നിൻ്റെതൊക്കെ തന്നെ ഉപയോഗിച്ചാൽ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ പറ്റും. അല്ല, നീ ഇവിടെ പ്രചരിപ്പിക്കുന്നതിൻ്റെ നിജസ്ഥിതി എന്ത് എന്ന് ഒരാളൊരു വാർത്തയുമായി വന്നാൽ അതിൻ്റെ നിജസ്ഥിതി എന്ത് എന്ന് അന്വേഷിക്കാതെ തൊണ്ട തൊടാതെ സംഘടനാ സങ്കുചിതത്വം വിഴുങ്ങിയ ആളുകൾ അവരുടെ സംഘടനാ താല്പര്യങ്ങൾക്ക് വേണ്ടി അത് പ്രചരിപ്പിക്കുകയും അത് കൊണ്ടു നടക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ, എന്നാൽ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ ആളുകൾ അതിൻ്റെ നിജസ്ഥിതി എന്ത് എന്ന് കൃത്യമായി അന്വേഷിച്ചും പഠിച്ചും മനസ്സിലാക്കിയിട്ടുമൊക്കെ ഒരു നിലപാട് സ്വീകരിക്കുള്ളൂ. അതുകൊണ്ട് കവലയിൽ പട്ടികൾ കുരക്കട്ടെ. നമ്മുടെയൊക്കെ പോകുന്ന സമയത്ത് കാറിൻ്റെ മുന്നിൽ പട്ടികൾ, തെരുവ് പട്ടികൾ കടന്നിട്ട് കുരച്ച് പുറകെ ഓടും. അപ്പോഴൊക്കെ വണ്ടി നിർത്തി അതിൻ്റെ പുറകെ പോകാൻ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ നേതാക്കന്മാർക്ക് സമയമല്ല. അപ്പോൾ അതിനനുസരിച്ചുള്ള ചില കുട്ടികളാണ്, അത്തരം നായ്ക്കുട്ടികളൊക്കെ പറഞ്ഞ് എറിഞ്ഞ് ഓടിക്കാൻ പറ്റുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്. അപ്പോൾ അത് നമ്മളിവിടെ കൃത്യമായി നിർവഹിക്കും. അതുകൊണ്ട് കുട്ടി ആ സ്വപ്നം കാണണ്ട. നേതാക്കന്മാർ വന്ന് കുട്ടിക്ക് മറുപടി പറയുന്ന കുട്ടി തെറ്റിദ്ധരിക്കേണ്ട. അതിന് മാത്രമുള്ള കോളൊന്നും കുട്ടീൻ്റെ കയ്യിലില്ല. കുട്ടി ഇവിടെ പ്രചരിപ്പിക്കുന്ന കാര്യങ്ങൾക്ക് കൃത്യമായി അതിൻ്റെ വസ്തുതയെന്ത് എന്ന് കൃത്യമായി തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ വസ്തുനിഷ്ഠമായി പറഞ്ഞു കൊടുത്ത് ആളുകൾക്ക് അതിൻ്റെയൊക്കെ യാഥാർത്ഥ്യമെന്ത് എന്ന് വരും വീഡിയോകളിൽ നിങ്ങൾക്ക് കാണാം. ഈ ചങ്ങാതി ഇവിടെ വന്ന് ഇട്ട് കേൾപ്പിച്ച ഒന്നാമത്തെ ക്ലിപ്പ് തന്നെ മതി ഈ ചങ്ങാതി പറയുന്നത് കളവാണെന്ന് മനസ്സിലാക്കാൻ. അത് ഞാൻ ഇൻഷാ അല്ലാഹ് എൻ്റെ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കൃത്യമായി വിശദീകരിച്ചു തരാം.